ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബൺമസ്കിയും ഇറാനി ചായ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതും എന്നും പറയുന്ന പോലെ തന്നെ ഒത്തിരി മുന്നെടുത്ത് വെച്ചതാണ്. ഈ ഒരു സാധനം ട്രെൻഡിങ് ആയി നിന്നീനില്ലേ, അന്ന് ഉണ്ടാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ പലരും ഉണ്ടാക്കി നോക്കിയെന്നും അതേപോലെ പുറത്ത് പോയി കഴിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നിയിട്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് മൂന്നെണ്ണത്തുമ്പോൾ ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ചിലർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, ചിലർ പറഞ്ഞു ഭയങ്കര മടുപ്പാണ്, ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കാനേ പറ്റുള്ളൂ, പിന്നെ തോന്നൂല എന്നൊക്കെ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, നമുക്കൊന്നും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ 3 ബണ്ണ് എടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കുക്കറിലേക്ക് നമ്മളിതാ ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഏലക്കായും അതേപോലെ ഒരു പട്ടയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചായപ്പൊടി, പിന്നെ ഒരു സ്പൂൺ മാത്രം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇതിലിപ്പോൾ അധികം പഞ്ചസാര ചേർക്കേണ്ട, അതിലേക്ക് നമ്മൾ ഇനി മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കും. അപ്പോൾ എങ്ങനെ ആയാലും നല്ല മധുരം വരുമല്ലോ, അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് പഞ്ചസാര മാത്രം ഇതിലേക്ക് ചേർക്കണുള്ളൂ കേട്ടോ. അതൊക്കെ ഒന്നിട്ടിട്ട് ഒരു 2 വിസിലൊക്കെ ഒന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ തവണ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ കേട്ടോ. നല്ല മധുരമാണ് സംഭവം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മടുക്കും. അപ്പോൾ ഞങ്ങൾ 3 ഉണ്ടാക്കിയതുകൊണ്ട് കറക്റ്റായി. കുറേ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ആയി പോയിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് പാലും അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും, ഇത് നമ്മൾ ഇറാനി ചായക്കുള്ളതാണ് കേട്ടോ. മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബൺമസ്ക ഉണ്ടാക്കാൻ പോവാം. അതിലേക്ക് ഇതാ ഒരു ബട്ടർ, ഈ ഒരു കഷ്ണം വലിപ്പമുള്ള ഒരു ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മിൽക്ക് ഉണ്ടല്ലോ, മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹലോ ഗൈസ്, ഒന്നും പറയണ്ട കേട്ടോ ഇനി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതാണ് നമുക്ക് ഇതിലേക്കുള്ള ക്രീം. ഈ ഒരു ക്രീം നമുക്ക് പെട്ടെന്ന് മടുക്കൂട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റായിട്ട് തോന്നും എങ്കിലും പെട്ടെന്ന് മടുക്കൂട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ. അപ്പം അതിന് ചെറുതായിട്ട് കുറവുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെയും കുറച്ചും കൂടെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബണ്ണ് ഇതേപോലെ നടുവൊന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിന് നമുക്ക് എത്ര വേണമെന്ന് അത്ര ഈ സംഭവം ഉണ്ടാക്കി ഈ ഒരു ക്രീം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 2 ഭാഗത്തൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. അതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ 3 ബണ്ണിലും അതേപോലെ തന്നെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. മധുരമല്ലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. തന്നെ നമ്മൾ തിന്നില്ലെങ്കിൽ ഓല് തിന്നോളും വിചാരിച്ചതാണ്, മടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ. പക്ഷേ സംഭവം എന്താ ഉണ്ടായിച്ചാൽ നമ്മളെക്കാട്ടി വലിയ മടുപ്പ് ഓൽക്കുന്നു കേട്ടോ. അവർക്ക് അത് അങ്ങനെയാണ്ട് ദഹിച്ചിട്ടില്ല. പക്ഷേ നമ്മളാണ് പിന്നെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും 3 ഉണ്ടാക്കിയത് തീർത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ പൊട്ടൊക്കെ എടുത്ത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ ടൈമിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പലരും പല അഭിപ്രായം പറഞ്ഞത് ശരി തന്നെയാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാത്തവർക്ക് പറ്റണില്ല. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കത് ആ ചായയിൽ മുക്കി കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റായിട്ട് തോന്നിയത്. എന്നാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ചായയിൽ മുക്കാതെയായിരുന്നു. അപ്പോൾ പലർക്കും പല ടേസ്റ്റാണല്ലോ. അപ്പോൾ നമ്മളിത് ചായ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായ അതിലേക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മിൽക്ക് മെയ്ഡും പാലും കൂടെ നമ്മളാക്കിയില്ലേ, അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ സംഭവമൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് പോയി. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ചായ. എന്നിട്ട് അതിൽ മുക്കി അങ്ങ് കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അല്ലാതെ തിന്നുമ്പോൾ ഒരു മടുപ്പ് പോലെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.